ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എല്ലാവരുടെ ജീവിതത്തിലും സാധ്യമാകുന്ന. പക്ഷേ എന്താണ് യഥാർത്ഥ വിജയം എന്നത് നമ്മളാരും പഠിച്ചു പോയിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അതാണ് നമ്മുടെ ഒരു ദുരന്തം. ഈ വിജയം എന്ന് പറയുന്നത് പരീക്ഷ പാസ്സാകുക, ഇൻ്റർവ്യൂ പാസ്സാവുക എന്ന രീതിയിലേക്ക് അതിനെ വളരെ തരം താഴ്ത്തി നമ്മുടെ വിദ്യാഭ്യാസം അധപ്പതിച്ചു. യഥാർത്ഥത്തിൽ വിജയം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അല്ല, ഇൻറ്റേണലാണ്, നമ്മുടെ മനസ്സിൻ്റെ തലത്തിലാണ്. അവിടെയാണ് നമുക്ക് വിജയം കൈവരിക്കാനുള്ളതെന്ന് ഗീത പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. കാരണം ഭഗവത്ഗീത കാണിച്ചു തരുന്ന വിജയം മനുഷ്യൻ കൈവരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ നാട്ടിൽ കാണുന്ന ഒട്ടുമുക്കാൽ ദുരന്തങ്ങളും നമുക്ക് മാറ്റാമായിരുന്നു. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മനുഷ്യൻ അവൻ്റെ ആന്തരികമായ ലോകത്തെക്കുറിച്ച്, സൂക്ഷ്മ ലോകത്തെക്കുറിച്ച് ഐൻസ്റ്റീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എനർജിയാണ് മാസ്സാകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളിലും ഒരു എനർജി ഉണ്ട്. ആ എനർജി ഫീൽഡിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു സൂക്ഷ്മ ശരീരത്തിലെ സ്ഥൂല ശരീരം രൂപപ്പെടുന്നു. ഒരു എനർജിയിൽ നിന്നേ മാസ് രൂപപ്പെടുകയുള്ളൂ. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നാലേ കാണാവുന്ന വെള്ളം രൂപപ്പെടുകയുള്ളൂ. നമ്മളാരും ഹൈഡ്രജനും ഓക്സിജനും കണ്ടില്ല. പക്ഷെ ആ സൂക്ഷ്മമായ ശക്തികൾ ചേരുമ്പോഴാണ് സ്ഥൂലമായ വെള്ളം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മളൊക്കെ പരസ്പരം കാണുന്നുവെങ്കിലും സൂക്ഷ്മമായ ശക്തി വികസിച്ചതാണെന്ന് നാം അറിയണം, പഠിക്കണം. വെറുതെ ഫിസിക്സ് ക്ലാസ്സിൽ E=mc² എന്ന് പഠിച്ചാൽ പോരാ. വാട്ട് ഈസ് ദിസ് E റിലേറ്റഡ് ടു മൈ ലൈഫ്? ഹൗ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മൈ ലൈഫ്? എൻ്റെ ജീവിതവുമായിട്ട് അതിലെന്താ ബന്ധം? അത് ഏതെങ്കിലും വിദ്യാർത്ഥികൾ ചോദിക്കണ്ടോ? ഏതെങ്കിലും അധ്യാപകരെ പഠിപ്പിക്കണ്ടോ? അവിടെയാണ് ഇനി പഠിപ്പിക്കേണ്ടത്. സൂക്ഷ്മ ശരീരം ആണ് നമ്മളിലെ E. അതിൻ്റെ സ്ഥൂല ശരീരമാണ് നമ്മളിലെ ഈ ശരീരം, സ്ഥൂല ശരീരം. അപ്പം മനുഷ്യൻ എന്നാൽ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും രൂപപ്പെട്ട സ്ഥൂല ശരീരമാണെന്ന് ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. നിങ്ങൾ ആ സൂക്ഷ്മത പഠിപ്പിച്ചു കൊടുക്കാതെ കേവലം നമ്മുടെ ആന്തരിക അവയവങ്ങളെ, ഹാർട്ടിനെയും ലിവറിനെയും മാത്രം പഠിപ്പിച്ചുകൊണ്ട് ജീവിതമാവില്ല. കാരണം ഈ ഹാർട്ട് ആൻഡ് ലിവർ ആൻഡ് എവറിത്തിങ് ഇസ് എ പാർട്ട് ഓഫ് ദ സ്ഥൂല ശരീരമാണ്. ഇറ്റ് ഈസ് എ സോളിഡ് ബോഡിയാണ്. ഇറ്റ് ഈസ് എ നമ്മുടെ ഗ്രാസ് ബോഡിയാണ്. എന്നാൽ അതിൻ്റെ സട്ടിൽ എന്ന് പറയുന്ന, സൂക്ഷ്മത എന്ന് പറയുന്നത് നമ്മളിലെ പ്രാണശക്തിയും ബോധശക്തിയുമാണ്, മനഃശക്തിയാണ്, ബോധ മനസ്സാണ്. അപ്പം മനുഷ്യൻ ശരീരത്തിനെ കെയർ ചെയ്യുന്ന പോലെ അവൻ്റെ സൂക്ഷ്മ ശരീരത്തിലേക്കൊന്ന് ശ്രദ്ധ വയ്ക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തിയത്. ഇന്ന് നമുക്ക് സ്ഥൂല ശരീരത്തിനെ ഭംഗി പിടിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഹെയർ സലൂൺസ് ഉണ്ട്, ബ്യൂട്ടി പാർലേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇന്ന് കുട്ടികൾക്ക് ശരീരത്തിനെ പല ഷേപ്പിലാക്കാൻ പറ്റുന്ന ജിമ്മുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ശരീരത്തിന് പറ്റുന്ന വിധത്തിൽ ഫാഷൻ ഡ്രസ്സുകൾ തയ്ച്ചു തരുന്ന ആളുകളുണ്ട്, എക്സ്പേർട്ടുകളുണ്ട്. പല വിധത്തിൽ ഫിസിക്കലായിട്ട് നിങ്ങളെ മോടി പിടിപ്പിക്കാൻ ആളുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ആന്തരികമായ സൂക്ഷ്മ ശരീരത്തെ വികസിപ്പിക്കാൻ എന്താണൊരു പദ്ധതി ഉള്ളതെന്ന് പറഞ്ഞു തരൂ നിങ്ങൾ. എന്നാൽ സൂക്ഷ്മ ശരീരം എന്ന മനസ്സ് താളം തെറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ ദുരന്തങ്ങളാണ് സംഭവിക്കുക എന്ന് ദിനം പ്രതി പത്രം എടുത്ത് നോക്കിയാൽ മതി. വീഡിയോ ഗെയിം കളിച്ച് അവസാനം മാനസിക സമനില തെറ്റിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ റിപ്പോർട്ടുകളാണ് ദിനം പ്രതി പത്രങ്ങളിലും TV മാധ്യമങ്ങളിലും വരുന്നത്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയിൽ, ഒരു ന്യൂസ് റിപ്പോർട്ടിൽ, വീഡിയോ കളിച്ച് സമനില തെറ്റി അബോധാവസ്ഥയിലേക്ക് പോയ കുട്ടി ഹോസ്പിറ്റൽ അബോധാവസ്ഥയിൽ സെമി അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴും വീഡിയോ ഗെയിം കൈകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അബോധത്തിൻ്റെ ആഴങ്ങളിലേക്ക് കുട്ടിയുടെ മനസ്സ് താളം തെറ്റിപ്പോയി. ഇനി ആ കുട്ടിയൊക്കെ നോർമൽ ആവോ എന്ന് പോലും അറിയില്ല. ഇന്ന് ഇതുപോലെ അബ്നോർമലാകുന്ന ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് അച്ഛനെ വെട്ടിക്കൊല്ലുന്നത്, അമ്മയെ കുത്തിക്കൊല്ലുന്നത്, ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ചും പെട്രോൾ ഒഴിച്ചും കൊല്ലുന്നത്. എന്തെല്ലാം ഹീനമായ ക്രൂരതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സമനില തെറ്റുന്ന മനസ്സുകളുടെ അക്രമങ്ങളാണ്. ആരാ ഉത്തരവാദി? നമ്മുടെ വിദ്യാഭ്യാസം. കാരണം
ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടിയിരിക്കണു, നീ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ചേർന്നതാണ്. സ്ഥൂല ശരീരം നിൽക്കണമെങ്കിൽ സൂക്ഷ്മ ശരീരം ഉണ്ടായേ പറ്റുള്ളൂ. ബിക്കോസ് ദ സൂക്ഷ്മ ശരീരത്തിൻ്റെ എക്സ്പാൻഷനാണ്, മോഡിഫിക്കേഷനാണ് ഈ സോളിഡ് ഗ്രാസ് ബോഡി. ഈ ഗ്രോസിഫിക്കേഷൻ സംഭവിച്ചത് സൂക്ഷ്മ ശരീരത്തിൽ നിന്നാണ്. വെറുതെ E=mc² മാത്രം പഠിപ്പിച്ച് പോയാൽ പോരാ. യു ഹവ് ടു കണക്ട് ടു ദ ലൈഫ്. കാരണം നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. മരിക്കുന്നത് വരെ സന്തോഷത്തോടെ, സമൃദ്ധിയോടെ, ഐശ്വര്യത്തോടെ ജീവിക്കണം. അപ്പോൾ ആ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് നമ്മൾ വേണ്ടത്ര ബോധവൽക്കരണം ഇനി ഉണ്ടെങ്കിൽ മാത്രമേ ദുരിതങ്ങളും ദുരന്തങ്ങളും ഇല്ലാത്ത ഒരു ഭൂമി നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. കാരണം എവ്രിതിങ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ഇംബാലൻസ്ഡ് മൈൻഡ്. നിങ്ങൾക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. മനസ്സിൻ്റെ താളം തെറ്റലുകളിൽ നിന്നാണ് ഈ ദുരിതങ്ങൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഉറങ്ങിക്കിടക്കുന്നവനെ കൊണ്ട് ഉപദ്രവമില്ല, മയങ്ങിക്കിടക്കുന്നവനെ കൊണ്ട് ഉപദ്രവമില്ല. ഉപദ്രവം ആരെ കൊണ്ടാണ്? അസ്വസ്ഥനായവനെ കൊണ്ടാണ്. അവരെ അക്രമങ്ങൾ അഴിച്ചു കൊടുക്കും. അപ്പോൾ അവൻ്റെ മനസ്സ് ശാന്തമാണെങ്കിൽ, സ്വസ്ഥമാണെങ്കിൽ, സമാധാനവും സന്തോഷവുമുള്ളതാണെങ്കിൽ അവിടെ അക്രമങ്ങളില്ല, ആത്മഹത്യകളില്ല, ക്രൂരതകളില്ല. അതല്ലേ ആ മനസ്സിനെ അല്ലേ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് എന്താണ് ആരും ഡിസ്കസ് ചെയ്യാത്തത്? അതിനെക്കുറിച്ച് ആരും എന്താ പറയാത്തത്? ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ ഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ അക്രമത്തെക്കുറിച്ചും മറ്റുമൊക്കെ. പക്ഷേ ഈ അക്രമത്തിന് കാരണമാകുന്ന ഒരു അസ്വസ്ഥ മനസ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരാരും മുന്നോട്ട് വരാത്തത്. കാരണം ഇത്തരം വിഷയങ്ങളിലേക്ക് വന്നാൽ ഇവർക്കറിയാം സമൂഹത്തിൽ പരിവർത്തനം വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാരൊന്നും പിന്നെ വിലവയ്ക്കില്ല. പിന്നെ അവരൊക്കെ മനുഷ്യനുണ്ടല്ലോ മനസ്സിലാക്കും, അവരൊക്കെ വെറും വോട്ടിന് വേണ്ടി ജീവിച്ച് അവർ സുഖ ആർഭാട ജീവിതം നയിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തെക്കുറിച്ചും മറ്റും സംസാരിക്കും, പക്ഷേ കയ്യോ കാലോ പൊട്ടി അവർക്ക് അമേരിക്കയിൽ പോയി ചികിത്സ നടത്തണം. ഇത്രയുള്ള അവരുടെ സാമ്രാജ്യത്വവാദങ്ങളും വൈരുദ്ധ്യാത്മിക വിപ്ലവവാദങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അത്. അപ്പം അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയത്തിന് എതിര് പറയില്ല. പക്ഷേ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം, ഈ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് പഠനം നടത്താത്തിടത്തോളം കാലം മനുഷ്യൻ്റെ മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമല്ല. അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജാണ് കുട്ടികളെ ഇൻട്രോവേർട്ടഡ് ആക്കൽ, അന്തർമുഖരാക്കൽ. ഇന്നത്തെ മാനേജ്മെൻറ്റ് ഭാഷയിൽ പറഞ്ഞാൽ കുറേയും കൂടി സെൽഫ് ഇൻട്രോസ്പെക്റ്റീവ് മൈൻഡുള്ളവരാക്കൽ, ആത്മബോധമുള്ളവരാക്കൽ, ആത്മ അവലോകനം ചെയ്യുന്നവരാണ്. സോ ദേ ഹൗ ടു ലുക്ക് വിത്തിൻ. അതെങ്ങനെ സാധിക്കും? അതിനാണ് അല്പനേരം കണ്ണടച്ച് പ്രണവോപാസന തുടങ്ങിയതെല്ലാം. ഇനിയിപ്പോൾ നിങ്ങൾ പറയാം പ്രണവം ഹിന്ദുവിൻ്റെ മന്ത്രമല്ലേ, വേണ്ട. വെറുതെ ഇരുന്നിട്ട് ഹമ്മിങ് സൗണ്ട് എന്ന് പറഞ്ഞാലും മതി. ഉള്ളിലേക്ക് അവനവൻ്റെ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ആ മാനസികാവസ്ഥയെ മനുഷ്യന് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന അവസ്ഥ ഡെവലപ്പ് ചെയ്യാം. മനുഷ്യന് സാധിക്കും. മനുഷ്യന് മാത്രമേ അവൻ്റെ ആന്തരിക ലോകത്തെ, സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള, ശ്രദ്ധിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. അത് ധ്യാനാത്മകമായ ഒരു അവസ്ഥയിലൂടെ മനുഷ്യന് സാധിക്കും. ഇപ്പം ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ളത്, ഇനിയുള്ള കുട്ടികളെങ്കിലും കുറച്ച് നേരം ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയിട്ടോ പൂജാമുറിയിൽ കൊണ്ടുപോയിട്ടോ ഒരു ഭാഗത്ത് ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്തുകൊണ്ട് നിവർത്തിയിരുത്തി അവരുടെ കണ്ണുകളെ അടപ്പിച്ചുകൊണ്ട് ഉള്ളിലേക്ക് അവരോട് നോക്കാൻ പറഞ്ഞു. ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ഈ ചിന്തകൾ, നമ്മുടെ മനസ്സിലുള്ള ചിന്തകളൊക്കെ പൊങ്ങി വരുന്നതെന്ന് ശ്രദ്ധിക്കുക. യതോ ഇമാനി ഭൂതാനി ജായന്തേന ഭൂതാനി ജീവന്തി യത് പ്രവിശന്തി. എവിടെ നിന്നാണ് ഇതെല്ലാം പൊങ്ങി വരുന്നത്? ഏത് അവസ്ഥയിൽ നിന്നാണ്? അങ്ങനെ ആ ചിന്തകളിലേക്ക് സൂക്ഷ്മം നിരീക്ഷിച്ച് തൻ്റെ മനസ്സിനെ കൂടുതൽ അടുത്തറിയാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ, പരിശീലിപ്പിച്ചാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താം. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കഴിവാണ് അവൻ്റെ സ്വന്തം മനസ്സിനെ നിരീക്ഷിക്കാനുള്ള കഴിവ്, സൂക്ഷ്മ നിരീക്ഷണ കഴിവ്. ബൈനോക്കുലറോട് ആകാശത്തിലേക്ക് മാത്രം നോക്കാനുള്ള കഴിവല്ല, അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി ആയിരിക്കുന്ന ലേസർ ടെക്നോളജി, സൂക്ഷ്മമായതിനെ
കൂടെ കടന്നു പോകുന്ന ടെക്നോളജി, അല്ലെങ്കിൽ ബാക്ടീരിയകളെയൊക്കെ കണ്ടുപിടിക്കുന്ന നമ്മുടെ ഏറ്റവും അതിസൂക്ഷ്മമായ സൂക്ഷ്മദർശിനികൾ, ലങ്സുകളിലൂടെയൊക്കെ നോക്കാനുള്ള കഴിവ്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായതിനെ നോക്കാനുള്ള കഴിവ് മനുഷ്യന് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ നിന്നാണ് രൂപപ്പെട്ടത്. അല്ലാതെ കണ്ണുകളിലൂടെ അവൻ കാണുന്നു എന്നേ ഉള്ളൂ. കണ്ണൊരു എക്യുപ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ അവൻ്റെ മനസ്സിന് സൂക്ഷ്മമായത് നിരീക്ഷിക്കാനുള്ള കഴിവുള്ളതുപോലെ തൻ്റെ മനസ്സിനെ തന്നെ നിരീക്ഷിക്കാനുള്ള, ആത്മപരിശോധന നടത്താനുള്ള, ആത്മനിരീക്ഷണം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് വളർത്തിയെടുക്കണം. അതാണ് ആദ്യം പറയാനുള്ളത്. ഇപ്പം എല്ലാ കുട്ടികളും ഇനിയെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആത്മനിരീക്ഷണം, കണ്ണടച്ച് കുറച്ചു നേരം പ്രണവോപാസന ചെയ്യുക എന്നത് ഡെവലപ്പ് ചെയ്താൽ നല്ലതാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കിടക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് നമുക്ക് രണ്ട് കാര്യങ്ങൾ, ഒന്ന് കൃത്യനിഷ്ഠമായ ഇതുപോലുള്ള ചില സാധനകൾ അഥവാ ധ്യാനാദി സംസ്കാരങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അതേ തീവ്രതയിൽ സ്വന്തം മനസ്സിലെന്താണ് സംഭവിക്കുന്നതെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മനസ്സിൽ സംഭവിക്കുന്നതിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ആളുകൾക്ക് മനസ്സെവിടേക്കാണ് പോകുന്നത്, മനസ്സെന്താണ് കൂടുതൽ ചിന്തിക്കുന്നതൊക്കെ അറിയാൻ പറ്റും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് മാത്രം കിട്ടിയ ഒരു കഴിവാണ് മനസ്സിൻ്റെ മാനസികാവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള കഴിവ്. മനസ്സിലായില്ല? മനസ്സിൻ്റെ ഒരു വശം ഇമോഷണലാണ്, വളരെയധികം ഇമോഷണലാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്നേഹം, ഇഷ്ടം, പ്രേമം, അതുപോലെ തന്നെ പല സുഖങ്ങൾ തരുന്ന കാര്യങ്ങളുള്ള അഡിക്ഷൻ, ഇതൊക്കെ അങ്ങോട്ട് കൂടി വരുന്നത്. അത് ഇമോഷണൽ പാർട്ടാണ്. എന്നാൽ അതേ മനസ്സിൻ്റെ മറ്റൊരു പാർട്ടാണ് ഇൻ്റലിജൻസ് പാർട്ട്, വിവേകത്തിൻ്റെ, സത്ചിന്തയുടെ ഒരു പാർട്ട്. അപ്പം മനസ്സിന് രണ്ട് ഓപ്ഷനുണ്ട്. ഇതർ ഇറ്റ് ക്യാൻ മൂവ് ഇൻ ടു ദി ഇമോഷണൽ സൈഡ് ഓർ ഇറ്റ് ക്യാൻ മൂവ് ഇൻ ടു ദ ഇൻ്റലിജൻസ് സൈഡ്. അപ്പോൾ ഈ ജപിക്കുന്ന, നമ്മൾ ധ്യാനിക്കുന്നതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിരീക്ഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ഇമോഷണൽ സൈഡിൽ നിന്നും ഇൻ്റലിജൻസ് സൈഡിലേക്ക് മാറ്റാൻ പറ്റും. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ ഡെവലപ്പ് ചെയ്യാത്ത ആളുകൾക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പറയുകയാണ്, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു 10-20 വയസ്സാകുമ്പം ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ഹോർമോൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണൊക്കെ മനുഷ്യൻ്റെ തലയിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ശരീരത്തിലൊരു പ്രേമം, ഒരു പെൺകുട്ടിയോട്, ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ വരും. അതിന് ഈ ഹോർമോൺ പ്രവർത്തനത്തിൻ്റെ ശക്തി അതാണ്. അങ്ങനെ വരുമ്പോൾ അവനൊരു പെണ്ണിനെ അങ്ങനെ പ്രേമിക്കുകയാണ്. കാരണം അവൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു നിറവും, അവൻ്റെ ഇഷ്ടപ്പെട്ട മനസ്സിന് പറ്റുന്ന ഒരു മുഖവും, അവളുടെ ചില സ്വഭാവങ്ങളൊക്കെ ആയിട്ട് അവനങ്ങനെ ഭാവനയിൽ അങ്ങോട്ട് സ്നേഹിച്ചു തുടങ്ങാം. ഒരുപക്ഷെ അവൻ ആ പെൺകുട്ടിയോട് പറയുകയാണ്, ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ, അവൻ്റെ മനസ്സിൽ അപ്പോഴേക്കും ആ പെൺകുട്ടിയോടുള്ള മനസ്സിൽ അങ്ങനെ വളർന്ന് വിടർന്ന് അങ്ങനെ ഒരു വലിയൊരു സ്വപ്നലോകം ഉണ്ടാക്കി കഴിഞ്ഞു. അവൻ്റെ മനസ്സ് മുഴുവൻ ബ്ലൈൻഡ്ലി അങ്ങോട്ട് വിചാരിക്കുകയാണ്, ഇവൻ്റെയാണ്, ഇവൻ്റേതായി മാറും, ഇവന് വേണ്ടി സന്തോഷത്തോടെ ജീവിക്കും. പക്ഷേ ഒരു നാളിൽ ഈ പെൺകുട്ടി, അവൾ നോക്കുമ്പോൾ അവളുടെ സാഹചര്യങ്ങൾ, പെണ്ണിൻ്റെ മനസ്സ് ടോട്ടലി ഡിഫറൻ്റാണ്. അവൾ നോക്കുമ്പോൾ അവളുടെ അച്ഛൻ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടും വീട്ടിലമ്മ രോഗിയൊക്കെ ഇരിക്കാം. ഇവൻ പ്രേമം മാത്രമേ കാണുന്നുള്ളൂ. അവളതല്ല, അവളുടെ ചുറ്റുപാടിനെ കാണുകയാണ്. അവളുടെ അമ്മ ചിലപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ട്, അച്ഛന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളായിരിക്കാം. അപ്പോൾ അവൾ നോക്കുന്നത് എന്താണ്, കുറേയും കൂടിയും ഒരു പക്വത വന്ന്, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് അച്ഛനമ്മമാരെയൊക്കെ സഹായിച്ചിട്ടൊക്കെ കല്യാണം കഴിക്കാമെന്നൊക്കെ ഇരിക്കാം. ഈ പയ്യൻ ഒരു ദിവസം ഈ പെണ്ണിനോട് വന്നിട്ട് പറയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ കെട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഇവൾ പറയാണ്, എനിക്ക് ഇഷ്ടമില്ല, ഇതിൻ്റെ ഒന്നും വിഷയം എനിക്കില്ല. എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിന്ന് എൻ്റെ അച്ഛനെ അമ്മയെ സഹായിക്കാൻ പറ്റണം. അപ്പം അതുവരെ ഞാൻ കല്യാണമൊന്നും കഴിക്കുന്നില്ല. എന്ന് മാത്രമല്ല, എൻ്റെ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിനെതിരായി നിന്നിട്ട് കല്യാണം ഇപ്പം എനിക്ക് വേണ്ട. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ആ പയ്യൻ അപ്പോഴേക്കും അപ്സെറ്റായി. കാരണം താൻ സ്വപ്നം കണ്ടതൊന്നുമല്ല ഈ പെൺകുട്ടി പറയണത്. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി പറയാണ്, എനിക്കിപ്പോഴൊന്നും കല്യാണം ആയിട്ടില്ല, നിങ്ങൾ ആരേച്ച നോക്കിക്കോളൂ, നിങ്ങളുടെ ജീവിതം എനിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട. അതോടുകൂടി തകർന്നു പോയി അവൻ. എന്താ തകർന്നു പോയത്?
ഇമോഷണലി ഒരു സ്വപ്നലോകം ഉണ്ടാക്കി ആ സ്വപ്നലോകത്തിൽ അവൻ അവളോടൊത്ത് ജീവിക്കുകയാണ്. ബട്ട് ദ റിയാലിറ്റീസ് ആ പെൺകുട്ടിയുടെ മൈൻഡുമായിട്ട് അതിന് യാതൊരു യോജിപ്പുമില്ല. പെൺകുട്ടിയുടെ മൈൻഡ് ടോട്ടലി ഡിഫറെൻറ്റ്. അവളുടെ വീടിനെ, സാഹചര്യത്തെ, ചുറ്റുപാടിനെ, ബുദ്ധിമുട്ടിനെ, കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് ആ പെൺകുട്ടി പാവം ജീവിക്കുന്നത്. ഇവനാണെങ്കിലോ ഈ പെൺകുട്ടിയെ വെച്ചിട്ട് അവനങ്ങനെ റൊമാൻറ്റിക് വേൾഡിൽ അങ്ങനെ കറങ്ങുകയാണ്. കണക്കുകൂട്ടൽ തെറ്റി. ആ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇതുപോലെയാണ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആണ് ഇന്ന് കുറേ യൂത്തികളെ അതായത് പെൺകുട്ടികളെ പിടികൂടിയിരിക്കുന്നത്. ഈ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ നമ്മളതിനെ മലയാളത്തിൽ പറയും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമല്ല, ഇമോഷണൽ ബ്രേക്ക് ഡൗൺ. ഈ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ പലർക്കും വളരെ അക്രമാസക്തമായൊരു മാനസികാവസ്ഥ ഉണ്ടാക്കും. അവരുടെ ഈഗോ വളരെയധികം വയലൻ്റ് ആവും. ഈ വയലൻസിലാണ് പെൺകുട്ടിയുടെ മേലെ പോയി പെട്രോൾ ഒഴിക്കുന്നതും മണ്ണെണ്ണ ഒഴിക്കുന്നതും. നീ ചാ ഞാൻ ചാ ഒക്കെ ചാ ആണ്. അങ്ങനത്തെ സിനിമയും കണ്ടിട്ടാണ് പോകുന്നത്. എന്ന് മാത്രമല്ല, ചിലപ്പോൾ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. ഇതൊക്കെ ഇമോഷണൽ ബ്രേക്ക് ഡൗണിൽ മനുഷ്യൻ്റെ ഈഗോ വയലൻ്റായി മാറുമ്പോൾ അവന് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവനെത്തുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ കുറേ യുവാക്കളെ, പ്രത്യേകിച്ച് യുവാക്കളെ, ഈ മാരക ദുരന്തം വളരെ പിടികൂടിയിരിക്കണം. അതുകൊണ്ട് വളർന്നു വരുന്ന കുട്ടികൾക്കെങ്കിലും ഈ ദുരന്തം വരാതിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഇമോഷണൽ ബ്രേക്ക് ഡൗണും ഒരു ഈഗോ വയലൻസും അവർക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മനസ്സിനെ, സൂക്ഷ്മ ശരീരത്തെ നമുക്ക് വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനെ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇമോഷൻ ഈസ് സോ നാച്ചുറൽ, ബട്ട് ഇൻ്റലിജൻസ് ഹാസ് ടു ബി ഡെവലപ്ഡ്. ആൻഡ് ഇൻ്റലിജൻസ് ഈസ് ദെയർ ഇൻ ദ മൈൻഡ്. ആ വിവേകത്തെ നമുക്കൊന്ന് ഉണർത്തിയെടുക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും അച്ഛനമ്മമാർ കുട്ടികളോട് എന്തു പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവാത്തത്. കാരണം ഇമോഷണലി അവർക്ക്, കുട്ടികൾക്ക് വളരെയധികം മനസ്സിലാവും. കാരണം അഡിക്ഷൻ, ഇഷ്ടം, അതൊക്കെ അങ്ങനെ ഇമോഷണലി അങ്ങോട്ട് വേഗം പടർന്ന ഒരു കാട്ടുതീ പോലെയാണ്. എന്നാൽ ഇൻ്റലിജൻസ് ഈസ് ലൈക്ക് എ ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്. തീ കെടുത്താനുള്ളതാണ്. തീ കെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. കത്തിക്കൽ എളുപ്പമാണ്. ചെറിയൊരു തീപ്പെട്ടി ഉരച്ചിട്ടാൽ ആ തീ മതി ഒരു കാട് കത്തി നശിപ്പിക്കാൻ. എന്നാൽ അതിനെ കെടുത്തുക, പടർന്ന് അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ കെടുത്തിയെടുക്കൽ പ്രയാസകരമാണ്. നിങ്ങൾ കണ്ടില്ലേ, പല കാട്ടുതീകളും കെടുത്താൻ ദിവസങ്ങളും മാസങ്ങളും എടുക്കാറുണ്ട്. പല ബിൽഡിങ്ങിലും തീപിടുത്തമുണ്ടായാൽ ഒരുപക്ഷെ ഏതെങ്കിലും വീട്ടിൽ ഗ്യാസ് ലൈറ്ററോ ഗ്യാസ് അടുപ്പെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നായിരിക്കും കറണ്ട് ഒന്ന് സ്പാർക്ക് ചെയ്തിട്ട് തീ പിടിക്കുന്നത്. പക്ഷെ കത്തിക്കഴിഞ്ഞാൽ 5, 6, 7, 8 വെഹിക്കിള്, ഇവരുടെ ഫയർഫോഴ്സിൻ്റെ വെഹിക്കിൾ വന്നിട്ട് ഇങ്ങനെ വെള്ളം അടിച്ചിട്ടൊന്നും കെടുത്താൻ പറ്റാതെ കഷ്ടപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇമോഷണൽ ബ്രേക്ക് ഡൗണിലേക്ക് മനസ്സ് പോവാതിരിക്കണമെങ്കിൽ ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിനെ ഇൻ്റലിജൻസ് ഭാഗത്തേക്ക് വളർത്തി വികസിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പം എന്താണ് ഈ ഇൻ്റലിജൻസ് ഭാഗം എന്ന് പറയുന്നത്? ജീവിതത്തിൽ എന്താണോ സംഭവിക്കുന്നത് അതിനെ ക്ഷമയോടുകൂടിയിട്ട് ഉൾക്കൊള്ളാനും, ഇതല്ല എനിക്ക് വെച്ചത്, വേറൊന്നായിരിക്കാം എനിക്ക് വെച്ചത്, ഇനിയും എനിക്ക് പുരോഗതിയുണ്ട്, ഞാൻ അധപ്പതിക്കേണ്ടവനല്ല, എനിക്ക് മുന്നോട്ട് ജീവിക്കണം. അപ്പോൾ എവിടെയാണോ, ഏത് ഇമോഷണൽ ബ്രേക്ക് ഡൗണിലാണോ കുടുങ്ങിക്കിടക്കുന്നത് അവിടെ നിന്നും ആ മനസ്സിൻ്റെ ശ്രദ്ധ മറ്റ് കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ട് വിജയം കൈവരിക്കാൻ പരിശീലിപ്പിക്കുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി കാരണം അവൾ തേച്ചൊട്ടിച്ചാൽ ഇവനിട്ട് ആത്മഹത്യം ചെയ്യേണ്ട, അവളുടെ മേലോട്ട് പെട്രോൾ ഒഴിക്കേണ്ട, 1 സെൻറ്റ് തന്നില്ല എന്നതിൻ്റെ പേരിൽ അച്ഛനെ പോയി കുത്തിക്കൊല്ലണ്ട, അമ്മയെ തല്ലിക്കൊല്ലണ്ട, ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലണ്ട. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആകുന്ന മനസ്സിനെ ഇൻ്റലിജൻസായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അപ്പം ആ മാറ്റിയെടുക്കലാണ് ഭഗവത്ഗീത കാണിച്ചു തരുന്ന മാർഗമെങ്കിൽ സൂക്ഷ്മ ശരീരത്തെ വികസിപ്പിക്കാൻ ഭഗവത്ഗീതയോളം ഉത്തമമായ ഒരു ഗ്രന്ഥം ലോകത്തിലില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട്, കുട്ടികളോട് പറയാനുള്ളത്, ഗീതയിലെ
5-ാം അധ്യായത്തിലെ പല ശ്ലോകങ്ങളും നിങ്ങൾ കൃത്യനിഷ്ഠമായി പഠിച്ച് അതുപോലെ നിങ്ങളുടെ ജീവിതം കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങളെ തളർത്താനും ആർക്കും പറ്റില്ല, നിങ്ങളാൽ ആരും തളരുകയുമില്ല. നിങ്ങളെന്തായാലും ഒരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടും, അത് ഞാൻ ഉറപ്പു തരികയാണ്. ആ ഒരു വഴിയാണ് കൃഷ്ണൻ 5-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത്. നമുക്ക് ഗീതയിലേക്ക് കിടക്കാം. നമ്മൾ എത്തി നിൽക്കുന്നത് 5-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകത്തിലാണ്. ബ്രഹ്മണ്യാദായ കർമാണി സംഗം തെക്ത്വാ കരോതി ലിപ്യതേന സപാപേന പത്മപത്രവിവാംബസാം. ഈ ശ്ലോകങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നാം പഠിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യം കൃഷ്ണൻ പറയുന്നത് ബ്രഹ്മണി ആദായ കർമാണി, എല്ലാ കർമ്മങ്ങളും ബ്രഹ്മത്തിൽ ആദായ ഉറപ്പിച്ചുകൊണ്ട് അധിഷ്ഠിതമാക്കിക്കൊണ്ട് ചെയ്യണം. ഇപ്പം ഈ ബ്രഹ്മത്തിൽ അധിഷ്ഠിതമായി കർമ്മം എങ്ങനെ ചെയ്യുക? ഒന്നാമത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നല്ലോണം മനസ്സിലാവും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തം കിട്ടില്ലേ നമുക്ക്. ഈശ്വരനെ നമ്മൾ ബ്രഹ്മം എന്നൊക്കെ വിളിക്കുന്നു, അല്ലാതെ ഈശ്വരനെ നമുക്ക് എങ്ങനെ അറിയാം? അപ്പം ഇവിടെ ബ്രഹ്മം എന്നതുകൊണ്ട് കൃഷ്ണൻ അർത്ഥമാക്കുന്നത് ആകാശങ്ങൾക്കപ്പുറത്തുള്ള ദൈവത്തെ അല്ല, ഏതെങ്കിലും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ അല്ല. ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയണ്ടായി, ബൃഹത്വാത് ബ്രഹ്മം. ബൃഹത്വാത് എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപനത്വാത്, വ്യാപിച്ചിരിക്കുന്നതാണ്. അപ്പം അതിന് പ്രത്യേകിച്ച് രൂപങ്ങളോ ഭാവങ്ങളോ ഗുണങ്ങളോ സ്വഭാവങ്ങളോ ഒന്നുമില്ല. അതൊരു ഹൈ ഇൻ്റലിജൻസാണ്. അപ്പം ബ്രഹ്മണിയാദായ കർമാണി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതു വ്യക്തിക്കും ഇന്ന് ലോകത്തിൽ ആഗ്രഹം തനിക്ക് പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി വേണമെന്നാണ്, ഐശ്വര്യമുണ്ടാവണം. അപ്പം ഐശ്വര്യമുണ്ടാകുന്നത് എപ്പോഴാണ്? താൻ ചെയ്യുന്ന കർത്തവ്യങ്ങൾ അതിവേഗതയിൽ അതിസുന്ദരമായിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന വിധത്തിൽ അങ്ങനെ ചെയ്തു തീർക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എന്നെനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ജീവിതം ശരിയായെന്ന് വിചാരിക്കരുത്. ഇന്ന് പല സ്ഥാപനങ്ങളും പൊളിഞ്ഞു പോകുന്നതിന് കാരണം അവിടെ വർക്ക് ചെയ്യുന്നവരുടെ എഫിഷ്യൻസിയും പ്രൊഫിഷ്യൻസിയും വളരെ കുറഞ്ഞു പോയി. നമുക്ക് എൻജിനീയേഴ്സ് ഉണ്ട്, നമുക്ക് ഹൈലി എക്സ്പേർട്ട് മാനേജ്മെൻറ്റ് ആളുകളുണ്ട്, പക്ഷേ ഒരു കാര്യം പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള എഫിഷ്യൻസി നഷ്ടപ്പെട്ടു. ഇന്ന് കോടതികളിലൊക്കെ ഇത്രയും കേസ് കെട്ടിക്കിടക്കുന്നതിന് കാരണം LLBയും LLM കഴിഞ്ഞ് 2, 3, 4 കൊല്ലം പ്രാക്ടീസ് അല്ലെങ്കിൽ 10 കൊല്ലം പ്രാക്ടീസ് ചെയ്തൊരു മജിസ്ട്രേറ്റ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജിൻ്റെ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ ടെസ്റ്റോ എഴുതി നമുക്ക് എങ്ങനെ ജോലി എടുക്കാം. പക്ഷെ ആ എഫിഷ്യൻസി ഇല്ലെങ്കിൽ, ആ ഷാർപ്പ്നെസ് ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ കേസ് കിട്ടിയാൽ ആ കേസിൽ ഉൾപ്പെട്ടവരുടെയൊക്കെ ദുരന്തം എന്നേ പറയാവൂ. കാരണം വേഗതയിൽ അത് തീർക്കാനുള്ള ഒരു 6th സെൻസ്, ഇൻറ്റ്യൂറ്റീവ് സെൻസ് അങ്ങനെയുള്ള ആളുകളിൽ കുറഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനിയുള്ളൊരു തലമുറ നമുക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ മനസ്സിലാക്കണം, കർമ്മമേഖലയിൽ വിജയിക്കണമെങ്കിൽ അവിടെ ഒരു കാര്യം നമ്മൾ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കണം, ചെയ്യുന്നത് പെർഫെക്റ്റായിട്ട് ചെയ്യണം, ഉപകാരപ്രദമായിരിക്കണം, അത് വളരെ ഇൻ്റലിജൻസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനേറ്റവും എളുപ്പമായൊരു മാർഗമാണ് ചെറുപ്പകാലത്തിൽ തന്നെ മന്ത്ര സാധന പരിശീലിക്കൽ. എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ളത്, കുട്ടികളെ ഇപ്പോഴേ പരിശീലിപ്പിക്കുക. ഒരു ദിവസം രാവിലെ ഒരു 5-നും 5:30-ക്കൊക്കെ എണീറ്റ് ശീലിക്കണം നിങ്ങൾ. കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുക. കൃത്യനിഷ്ഠയിലൂടെ ഏകാഗ്രത, ഇതായിരിക്കണം നമ്മുടെ വിജയത്തിൻ്റെ ആദ്യത്തെ മുദ്രാവാക്യം. കൃത്യനിഷ്ഠയിലൂടെ ഏകാഗ്രത. ഇപ്പോൾ ഒരു 5-നും 5:30-ക്കും ഉള്ളിൽ എണീറ്റ് ശീലിക്കുക എന്ന് ഞാൻ പറഞ്ഞത്, അത് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും. രാവിലെയാണ് എൻ്റെ മനസ്സിനെ ഏറ്റവും ഏകാഗ്രമാക്കാൻ അനുയോജ്യമായൊരു സമയമെന്ന്. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ കഴിഞ്ഞ് കയ്യും കാലും മുഖമൊക്കെ കഴുകി ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ടിരുന്ന് ഏകാഗ്രത വളർത്തുന്ന വിധത്തിൽ ഓം എന്ന പ്രണവമന്ത്രം അങ്ങനെ ഒരു 10-11 തവണ ജപിച്ച് ശീലിച്ചാൽ
അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു മന്ത്രം ജപമാല എടുത്തുകൊണ്ട് 108 തവണ ഓം നാരായണായ, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഏതെങ്കിലും ഒരു മന്ത്രം, ഇന്നതേ പാടൂ എന്ന് പറഞ്ഞില്ല, കേനപ്രകാരേണ മനഃകൃഷ്ണേ നിവേശേന, ഏതെങ്കിലും പ്രകാരത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നാം പരിശീലിച്ചു കഴിഞ്ഞാൽ ഈ ഏകാഗ്രത നമ്മുടെ ഇൻ്റലിജൻസിനെ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ മനസ്സ് ഏകാഗ്രമാവും, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, എന്തൊക്കെയാണ് ഒരു കാര്യത്തിൻ്റെ പ്രശ്നങ്ങളെന്നും പ്രയാസങ്ങളെന്നും ബുദ്ധിമുട്ടുകളെന്നൊക്കെ മനസ്സിലാവും, പെട്ടെന്ന് നമുക്കത് പരിഹരിക്കാനുള്ള ബുദ്ധി, ഇൻ്റലിജൻസ് നമുക്ക് കാണിച്ചു തരും. അതാണ് ഈ ഉപാസനയുടെ ശക്തി. ഇപ്പം നിരന്തരമായ ഉപാസന കേവലം ഭക്തിമാർഗത്തിൽ മാത്രമല്ല, അതവനവൻ്റെ കർത്തവ്യ മേഖലകളിൽ പോലും അവനവന് പ്രയോജനം ചെയ്യുമെന്നതുകൊണ്ടാണ് കൃഷ്ണൻ ഇവിടെ ബ്രഹ്മണി ആദായ കർമാണി എന്ന വാക്ക് പർപ്പസ്ഫുള്ളി ഉപയോഗിച്ചുള്ളത്. ഇപ്പം വിജയിക്കണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുമാറാതിരിക്കട്ടെ. കൃത്യനിഷ്ഠ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സമയബന്ധിതമായിട്ട് നമ്മൾ എണീക്കാൻ പരിശീലിക്കണം. അത് 5, 5:30 ഈ സമയത്തിനപ്പുറത്തേക്ക് പോകരുത്. കാരണം ബ്രാഹ്മേ മുഹൂർത്തവുത്തായ, രാവിലെ എണീക്കുമ്പോഴാണ് മനസ്സ് വളരെ ഏകാഗ്രവും സൂക്ഷ്മമായിട്ട് ഇരിക്കുന്ന സമയത്താണ് മനസ്സിനെ കൂടുതൽ ഏകാഗ്രമാക്കാൻ, സൂക്ഷ്മമാക്കാൻ സാധിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ മന്ത്രജപം, പ്രണവം ജപിച്ച് ഏതെങ്കിലും ഒരു മന്ത്രം നിരന്തരം ജപിച്ച് ആ മന്ത്രജപത്തിലല്ല, മറിച്ച് ഏകാഗ്രതയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, ഏകാഗ്രതയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ആ ഏകാഗ്രത ദിനം പ്രതി വളർന്ന് നമ്മുടെ കർമ്മമേഖലകളിലേക്ക് നമുക്ക് ശ്രദ്ധ പതിക്കാൻ സാധിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ വിഷയത്തെ നമുക്ക് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.